ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലേക്കുള്ള യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കുറച്ച് കറിവേപ്പില പൊട്ടിക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ രാത്രി ട്രെയിനിൽ കഴിക്കാൻ കൊണ്ടുപോകണം. സാധാരണ ചപ്പാത്തിയോ നൂഡിൽസോ എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പുളിഹാര കൊണ്ടുപോകും. അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. ചൂടെന്ന് പറഞ്ഞാലും വയ്യെന്ന് അത്ര ചൂടാണ്. അപ്പോൾ എന്തായാലും വേഗം പുളിഹാര പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് കറിവേപ്പില പൊട്ടിക്കാൻ വന്ന കേട്ടോ. നിറയെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ചോറിന് ഭയങ്കര മണല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചു, ചോറൊക്കെ റെഡിയാക്കി. ഇനി നമുക്ക് നേരെ വണ്ടി വിട്ടാലോ നാട്ടിലോട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നേരെ ഓട്ടോയിൽ കയറിയിട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റോളം ഉണ്ട് കേട്ടോ ഗുണ്ടൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പം ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞാനും മക്കളും പിൻസീറ്റിലിരുന്നു, ശിവേട്ടൻ മുൻസീറ്റിലുണ്ട്. അത് കാണാൻ കേട്ടോ. അപ്പോൾ ആ പട്ടികളേനെ വേറെ ഒന്നുമല്ല കാണിച്ചത് കേട്ടോ. വൈകുന്നേരം എൻ്റെ ലൈവിൽ വരുന്ന എല്ലാവരും ആ പട്ടികളെ അന്വേഷിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇനി അവരെന്തായാലും 1-1.5 മാസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആ പട്ടികളെ കൂടെ ഞാൻ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ലൈവിൽ വരുന്ന എല്ലാവർക്കും അവരെ ഭയങ്കര പരിചയമായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. 15 മിനിറ്റേ ഉള്ളൂ കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും അനിയനും ഭാര്യയും മക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയും മക്കളും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അനിയനൊക്കെ വരാമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ പെട്ടെന്ന് എന്തോ ആവശ്യം വന്നുകൊണ്ട് അനിയൻ ടിക്കറ്റ് ക്യാൻസലാക്കി. പിന്നെ ശിവേട്ടൻ്റെ ചേച്ചിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ മോനും എക്സാമിൻ്റെ സമയമായിരുന്നു പറഞ്ഞിട്ട് ചേച്ചിയും ഒക്കെ ടിക്കറ്റ് ക്യാൻസലാക്കിയിട്ടു. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരു യാത്ര പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങൾ മാത്രമായി പോട്ടോ. ഞങ്ങളും അനിയൻ്റെ ഭാര്യയും മക്കളും ഉണ്ട്. അനിയൻ വരും 2 ദിവസം കഴിഞ്ഞ് അനിയൻ വരും. പെട്ടെന്ന് അവിടെ എന്തോ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അനിയൻ നിന്നതാണ്. 2-3 ദിവസം കഴിഞ്ഞ് അനിയൻ വരും. ചേച്ചി എപ്പോഴാണ് വരികയെന്ന് അറിയില്ല, മോൻ എക്സാം അല്ലേ, അപ്പോൾ എപ്പോഴാണ് ചേച്ചി വരികയെന്ന് അറിയില്ല. എന്നാലും ടിക്കറ്റൊക്കെ ക്യാൻസലാക്കി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് വരികയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വരികയാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറി ഇരുന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ട്രെയിനിൽ കയറിയിരുന്നു. ട്രെയിനിൽ കയറി 5 മിനിറ്റ് ആകുമ്പോഴേക്കും എൻ്റെ ഫേവറേറ്റ് സാധനം വന്നു കേട്ടോ. കടല മസാലയാണ് കേട്ടോ. കടലയൊക്കെ വേവിച്ചിട്ട് അതിനകത്ത് ഉള്ളി, പച്ചമുളക്, നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് മല്ലിയില എല്ലാം കൊണ്ട് സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എല്ലാ പ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴും ആ സാധനം വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് എപ്പോൾ നോക്കിയാലും സൈഡ് സീറ്റ് കിട്ടണം കേട്ടോ. ഈ കഴിഞ്ഞ 14 വർഷമായിട്ടും ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് സൈഡ് സീറ്റ് കിട്ടാറുണ്ട് കേട്ടോ. എങ്ങനെയാലും കിട്ടിയിട്ടുണ്ട്, എല്ലാ വർഷവും കിട്ടിയിടുന്നത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യവും പതിവ് പോലെ ഞാൻ സൈഡ് സീറ്റിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ കിച്ചു ആയിരുന്നു. അപ്പോൾ ഞാൻ നല്ല പോളിങ്ങിലാണ് കേട്ടോ. അപ്പോൾ കിച്ചു ആണ് ആ സമയത്ത് വീഡിയോ എടുത്തത്. ഞാൻ നല്ല പോളിങ് കേട്ടോ, ആരെയും നോക്കുന്നില്ല, ഭയങ്കരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേരെക്കാട്ടിലും മേലെയാണ് ഞാനെന്ന്, ഒരുപാട് ദൂരെ ഇരിക്കണല്ലോ. അപ്പോൾ എന്തായാലും ശിവേട്ടനാണ് അപ്പുറത്തെ സൈഡ് സീറ്റിൽ. ശിവേട്ടൻ, മോന്, പിന്നെ അനിയൻ്റെ ഭാര്യ, അതായത് എൻ്റെ അനിയത്തി. അപ്പോൾ അനിയത്തി നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ അനിയത്തി മറ്റേ കളിക്കുകയാണ്. അതായത് നമ്മളിങ്ങനെ എന്തോ പറയില്ലേ, ഓരോ പേരും പാട്ടൊക്കെ പാടിയിട്ട് നമ്മുടെ വിരലിനകത്ത് ഓരോ അക്ഷരങ്ങൾ പറയും. എന്തോ ഒരു കളിയാണ്, പണ്ടത്തെ ഒരു കളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടിയിട്ടില്ല. അപ്പോൾ അനിയത്തിയും അനിയത്തെ 2 മക്കളും എൻ്റെ 2 മക്കളും അവർ 5 ആളും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. എന്തോ പേര് പറയും, കളറ് പറയും, എന്നിട്ടിങ്ങനെ ആ വിരലുകൾ ഓരോന്നിങ്ങനെ മടക്കണം. അപ്പം നമ്മുടെ 10 വിരൽ നമ്മൾ മടക്കി കഴിഞ്ഞാൽ അവർ ജയിച്ചു. അതാണ് കളി. അപ്പോൾ ആരും ജയിച്ചില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും പിള്ളേർക്കെല്ലാം മടുത്തു തോന്നുന്നു, ആരും ജയിക്കുന്നത് കാണില്ല. കിച്ചുവിന് 4 വിരലോ മറ്റോ മടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അനിയത്തി. അപ്പോൾ ഞാനിങ്ങനെ അവിടെ പുറത്തേക്ക് നോക്കി, ഞാനിങ്ങനെ നോക്കിയിരുന്നു. ശിവേട്ടൻ ഫോൺ നോക്കിയിരുന്നു. ഇവരിങ്ങനെ കളിക്കണ തിരക്കായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ യാത്ര ഭയങ്കര രസമല്ലേ അല്ലേ. ഈ യാത്ര ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ആ പിള്ളേരും നമ്മുടെ പിള്ളേരും 2 പിള്ളേരും കൂടെ നല്ല ഹാപ്പി ആയിട്ട്, അനിയൻ്റെ പിള്ളേരും ഞങ്ങളുടെ പിള്ളേരും കൂടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ, ആരെങ്കിലും വർത്തമാനം പറയാൻ കിട്ടിയാൽ മതി, ഞാനും ഭയങ്കര ഹാപ്പിയാണെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഇവരെ കളിയൊക്കെ കാണുന്നുണ്ട്, പക്ഷെ കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അനിയൻ്റെ മോൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മേലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെന്തോ എഴുതി കളിച്ചു. കുറേ നേരം അങ്ങനെ കളിച്ച് ഇരുന്നിരുന്ന് മനുഷ്യന് ഊപ്പാറിളകും. 10-17 മണിക്കൂറല്ലേ ട്രെയിനിലാണെങ്കിൽ കയറി ഉറക്കവും വരില്ല എനിക്ക്. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും അച്ചാറും പുളിഹാരയെ കൊണ്ടുവന്നു. പുളിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുളിച്ചോറാണ് കേട്ടോ. ഇതൊക്കെ 2-3 ദിവസം ഇരുന്നാലും കേടുവരാത്ത ചോറാണ്. പക്ഷേ ഞാൻ രാത്രിക്ക് മാത്രമേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഇതൊക്കെ 2-3 ദിവസത്തേക്ക് കേട് വരില്ല, പുളി ഒഴിച്ചതല്ലേ. ഞാൻ അപ്പോഴേക്ക് മാത്രമേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് മാത്രമുള്ളത് കൊണ്ടുവന്നുള്ളൂ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങി. രാവിലെ ആയി. നമ്മൾ പല്ലൊക്കെ തേച്ചു, കുളിച്ചിട്ടില്ല കേട്ടോ. പല്ലൊക്കെ തേച്ച് എല്ലാവരും ഒരുങ്ങുന്ന തിരക്കിലാണ് കേട്ടോ. എൻ്റെ മോൻ കേട്ടോ, മോൻ ഭയങ്കര മേക്കപ്പാണ്. അപ്പോൾ അവൻ പല്ലൊക്കെ തേച്ച് വന്ന് മുഖം കഴുകി. അപ്പോൾ അവൻ ഇങ്ങനെ തലയൊക്കെ എന്താ പറയുക, തല ചീന്തി പൗഡറൊക്കെ ഇടാൻ ഇങ്ങനെ ഒരുങ്ങുകയാണ്. മോൾക്ക് ഞാൻ ഒരുക്കി കൊടുത്തു കേട്ടോ, തലയൊക്കെ കെട്ടിക്കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും പല്ലൊക്കെ തേച്ച് റെഡിയായി. ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ
നമ്മൾ ഇറങ്ങല്. നമ്മൾ നീക്കാൻ തന്നെ നേരം വൈകി കേട്ടോ. നമ്മൾ ഏകദേശം കോയമ്പത്തൂരിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ നീച്ച്. അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ എത്തുമ്പോൾ നീക്കണം, ഈരോടൊക്കെ എത്തുമ്പോൾ ഞാൻ നീക്കണം കേട്ടോ. ഇപ്രാവശ്യം നീച്ചില്ല, വലിയ തിരക്കില്ല ട്രെയിനകത്ത്. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ നമ്മൾ വെറുതെ ഇരുന്നിട്ട് എന്തിനാ സമയം കൊണ്ട് കിടന്നു കേട്ടോ. അപ്പോൾ കോയമ്പത്തൂരൊക്കെ എത്താറാ ടൈമിലാണ് ഞങ്ങളൊക്കെ നീച്ച് പല്ലൊക്കെ തേച്ച് വരുമ്പോഴേക്കും ഏകദേശം നമുക്ക് ഇറങ്ങാനുള്ള സമയം ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. കോയമ്പത്തൂർ കഴിഞ്ഞാൽ പിന്നെ പാലക്കാട്. അപ്പോൾ അനിയൻ്റെ ഭാര്യയും മക്കളൊക്കെ അവർ പാലക്കാട് അവിടെ ഇറങ്ങി. അവിടെ എന്തോ പൂജ ഉണ്ട്, അനിയത്തിയുടെ അമ്മയുടെ വീട്ടിൽ പൂജ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പാലക്കാട് ഇറങ്ങണം. അല്ലെങ്കിൽ ഒറ്റപ്പാലം ഇറങ്ങണ്ട്. എൻ്റെ അതേ നാട്ടുകാരിയാണ് എൻ്റെ അനിയൻ്റെ ഭാര്യയും എൻ്റെ 2 അനിയന്മാരുടെ ഭാര്യമാരും. ഞങ്ങൾ 3 പേരും ഒരേ നാട്ടിൽ നിന്ന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമില്ല, ഞങ്ങളുടെ 3 പേരുടെ വീടും അടുത്തടുത്താണ്. അങ്ങനെ എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. കാരണം എൻ്റെ വീട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മിനിറ്റേ ഉള്ളൂ ഒരനിയൻ്റെ ഭാര്യ വീട്ടിലേക്ക്. അവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റേ ഉള്ളൂ ഇനിയൊരു അനിയൻ്റെ ഭാര്യ വീട്ടിലേക്ക്. അപ്പം സുഖമാണ്. അത് ശിവേട്ടൻ്റെ മേമയുടെ മക്കളാട്ടോ. ശിവേട്ടനൊരു ചേച്ചി മാത്രമേ ഉള്ളൂ. ശിവേട്ടൻ്റെ മേമയുടെ മക്കളാണ് ആ 2 പേര്. അപ്പോൾ അവരുടെ ഭാര്യമാരും എൻ്റെ അതേ നാട്ടുകാരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കാട് എത്താറായി. അപ്പോൾ അനിയൻ്റെ ഭാര്യ ഏകദേശം എത്താറായപ്പോൾ അവരങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല, അവർ ഇറങ്ങാൻ വേണ്ടി ലഗേജൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അവരങ്ങോട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ വിചാരിച്ചിട്ടോ, എന്താ പറയുക, നമ്മൾക്കും പാലക്കാട് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പൂജയും കാര്യങ്ങളൊക്കെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് പോയിട്ട് പിന്നെ ദൂരമല്ലേ, പിന്നെ നമുക്ക് നാട്ടിലേക്ക്, അതായത് അവിടെ നിന്ന് പിന്നെയും വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ദൂരമല്ലേ. അപ്പം ശരി, അനിയനെ ഭാര്യ വിളിച്ചിട്ടോ, അവിടെ പൂജയാണ് എന്നാൽ വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ വരാമെന്നും പറഞ്ഞിട്ട് കുറച്ചും കൂടെ നമുക്ക് പോകാണ്ടല്ലോ. അപ്പം അങ്ങനെ പിന്നെയും നമ്മൾ വെയിറ്റിംഗ് ആണ്. പാലക്കാട് എത്തിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോഴേക്കും നമ്മൾ തലയൊക്കെ ചീന്തി റെഡിയായി സുന്ദരി മണികളെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിങ്ങളെല്ലാം കണ്ട് ആരെങ്കിലും പറയൂ കുളിച്ചിട്ടില്ല എന്നുള്ളത്. നെറ്റിയിൽ പൊട്ട് വരെ വെച്ചാവുള്ളത് കൊണ്ട് അതിനെ കുറേ കളിയാക്കി കേട്ടോ. എനിക്ക് നിർബന്ധം കേട്ടോ, നെറ്റിയിലും അതായത് നെറുകിലും നെറ്റിയിലും ഞാൻ പൊട്ട് വയ്ക്കും. സാധാരണ നമ്മൾ കുളിച്ചിട്ടാണ് പൊട്ട് വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ ട്രെയിനിലാണെങ്കിലും കയ്യും കാലൊക്കെ കഴുകി പൊട്ട് വെച്ചിട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീയൊക്കെ കുളിച്ച് ഒരുങ്ങിയിരിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെറുതെ കളിയൊക്കെ കൊണ്ടിരിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, കുളിച്ചാലും കുളിച്ചിട്ടില്ലെങ്കിൽ നെറുകിൽ പൊട്ട് വയ്ക്കണ്ടേ, നിങ്ങളുടെ ഐസിന് കൊണ്ടാണ് ഞാൻ നെറുകിൽ പൊട്ട് വയ്ക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ചേട്ടൻ അങ്ങനെ പോക്കി അടിക്കട്ടോ ഞാൻ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ മെല്ലെ തള്ളു, നിൻ്റെ തള്ളു കേട്ടിട്ട് ട്രെയിൻ സ്പീഡ് കമ്മിയായോ എന്ന് സംശയം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് പോയിട്ട് വേണം, അതായത് എൻ്റെ വീടെത്തിയിട്ട് വേണം എനിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലും പോകണമായിരുന്നു. ശിവേട്ടൻ കുറേ വന്നിട്ട് കേട്ടോ. നാട്ടിൽ വന്നാലും ശിവേട്ടൻ 2 ദിവസം കൊണ്ട് തിരിച്ചു വരും. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ പാമ്പങ്കാവുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ തൊഴുതിട്ട്, ഞാൻ എല്ലാ വർഷവും തൊഴുകും. അപ്പോൾ ശിവേട്ടൻ വന്നിട്ട് കുറേ ഇതുകൊണ്ട് ശിവേട്ടനെ കൊണ്ട് അവിടേക്കും പോകണം. അപ്പോൾ ഞങ്ങളതിൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പാലക്കാടെത്തി. അപ്പോൾ അനിയൻ്റെ ഭാര്യയും മക്കളും, അതായത് അനിയത്തിയും മക്കളും അവിടെ ഇറങ്ങി. അങ്ങനെ നേരെ അടുത്ത സ്റ്റേഷനാണ് ഞങ്ങളുടെ സ്റ്റേഷൻ, ഒറ്റപ്പാലം. അപ്പോൾ ഞാനും അവിടെ ഒറ്റപ്പാലം എത്തി. അതായത് പാലക്കാട് നിന്ന് ഒരു ഏകദേശം 10-20 മിനിറ്റുള്ള ഒറ്റപ്പാലം കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ ഒറ്റപ്പാലം എത്തി. വീണ്ടും അവിടെ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ചേട്ടനെ വിളിച്ചു കേട്ടോ. നമ്മളെല്ലാ വർഷവും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒറ്റപ്പാലത്തുള്ള ചേട്ടനെയാണ് വിളിക്കാറ്. നല്ല ചേട്ടനാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ്റെ വണ്ടിയിൽ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി വെയിറ്റിംഗ് ആണ്. എനിക്കിഷ്ടപ്പെട്ട എല്ലാ കറികളും ഉണ്ടാക്കിയിട്ട് എൻ്റെ അമ്മ വെയിറ്റിംഗ് ആട്ടോ. അപ്പോൾ അങ്ങനെ ഒറ്റപ്പാലത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലോട്ട്, ഏകദേശം ഒരു അരമണിക്കൂറുണ്ട്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ യാത്രയിലാണ്. അപ്പോഴേക്കും എൻ്റെ മക്കളൊക്കെ പാവട്ടോ ക്ഷീണിച്ച് ഭയങ്കര പരവശമായി. രാത്രി ഒന്നും ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പൊതുവേ ട്രെയിനിൽ നമുക്ക് ഉറക്കം കമ്മിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ പുഴയാണ് കേട്ടോ, ഞങ്ങളുടെ പുഴയാണ്. അതായത് ഭാരതപ്പുഴ കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ, വെറും പാറകൾ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. വേനൽക്കാലമായാലും നല്ല വെള്ളമുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. വെള്ളം കണ്ടപ്പോൾ തന്നെ ഒരുപാട് സമാധാനമായി. അപ്പോൾ ഞങ്ങളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ വെറും പാറയായിരുന്നു, ഇപ്രാവശ്യം നിറയെ വെള്ളമുണ്ട്, പുഴയ്ക്ക് പോകണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാലം കഴിഞ്ഞ് ഒന്നങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടെത്തി കേട്ടോ. ഒരു എന്താ പറയുക, ഒരു നാട്ടുപ്രദേശമാണ് എൻ്റെ വീട് കേട്ടോ. എന്താ പറയുക, കണ്ടാൽ തന്നെ മനസ്സിലാവും, കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ. ഭയങ്കര ഒരു നാട്ടുപ്രദേശത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. അതാണ് എൻ്റെ ശിവൻ്റെ അമ്പലം കേട്ടോ. ഇതിലും നമുക്ക് പോവാം, പിന്നെ എൻ്റെ വീടിൻ്റെ അതിയേനെയും പോവാം. ഇത് നമുക്ക് അതായത് എന്താ പറയുക, ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ അമ്പലത്തിൻ്റെ മെയിൻ വഴി ഉണ്ടാവില്ല, അതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ അമ്പലം കാണാൻ പറ്റും. അതായത് വളഞ്ഞിട്ടും വരാം, ഒരു അമ്പലത്തേക്ക് 2 വഴി ഉണ്ടല്ലോ. അപ്പോൾ അത് മെയിൻ വഴിയാണ്. പിന്നെ നമുക്ക് പുറകു കൂടിയും പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെത്തി. ഇങ്ങനെ കാണുമ്പോൾ ഇതെല്ലാം എൻ്റെ വീട് കേട്ടോ. ഇങ്ങനെ റോട്ടിൽ കൂടി മെയിൻ റോഡാണ്. റോട്ടിൽ കൂടി ഇങ്ങനെ വന്നിട്ട് കണ്ട് റോഡ് കണ്ടോ. ആ റോട്ടിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ വീടാണ് എൻ്റെ വീട് കേട്ടോ.
അപ്പം ഇങ്ങനെ ഞങ്ങളിങ്ങനെ നെഞ്ഞിങ്ങനെ എന്താ പറയുക പടപട എന്നിടിക്കില്ലേ. ഒരു വർഷത്തിന് ശേഷം നമ്മൾ നാട്ടിലോട്ട് വരില്ലേ. അപ്പം ആ സന്തോഷം എല്ലാവരുടെ മുഖത്തും ഭയങ്കര സന്തോഷം കേട്ടോ. അതുവരെ സന്തോഷമാണ്. ആ ഇടവഴി അങ്ങോട്ട് എത്തിയപ്പോൾ പറയുന്ന വേണ്ട സന്തോഷം. അത് ഞാൻ പറയാം, ഒരു നാട്ടുപ്രദേശമാണ്, കുറേ ഇടവഴികളും അങ്ങനെയൊക്കെയുള്ള ഒരു നാട്ടുപ്രദേശം. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ അത് ആ ഇടവഴി കഴിഞ്ഞു, ഒന്നാമത്തെ വീട് കഴിഞ്ഞു. ദേ കാണുന്നത് രണ്ടാമത്തെ വീടാണ്. ഇനി കാണുന്നതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ വീടൊക്കെ പിന്നീട് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ വീടൊക്കെ ഞാൻ വിശാലമായി കാണിച്ചു തരാം. ഇതോ കാണുന്നതാണ് എൻ്റെ വീടാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ എൻ്റെ അമ്മ ഞങ്ങളെയും കാത്ത് ഇങ്ങനെ ഉമ്മർത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ വീടിൻ്റെ വീഡിയോ കാണിച്ചിട്ടുള്ളൂ. ഇതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ മക്കൾ അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീടെത്തി, ചായ കുടിച്ചു, കൂളിയൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം എൻ്റെ അമ്മ സാമ്പാർ, ഉരുളക്കിഴങ്ങ് ഉപ്പേരി, പപ്പടം, മാങ്ങച്ചാറ്, മുളക് വറുത്തത്, പുളിയിഞ്ചി ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്കിഷ്ടമാണ്. കണ്ണിമാങ്ങച്ചാറ്, മുളക് വറുത്തത്. അമ്മയുടെ സ്പെഷ്യലാണ് ഉരുളക്കിഴങ്ങ് ഉപ്പേരി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ അമ്മയുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചോദിച്ച് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അമ്മ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ്. അപ്പോൾ എൻ്റെ മകൾ നേരത്തെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മമ്മ എനിക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരി വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് സാമ്പാറും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും കണ്ണിമാങ്ങച്ചാറും പുളിയിഞ്ചിയും മുളക് വറുത്തതും പപ്പടവും എല്ലാം കൂട്ടിക്കുഴച്ച് അങ്ങോട്ട് വിശാലമായി കഴിച്ചു. കുറച്ച് നേരം വിശ്രമിച്ചു, പിന്നെ വീണ്ടും കുളിച്ചു. നേരെ നമ്മൾ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതാ കാണുന്നതാണ് അവിടെ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ പോവുകയാണ് പാമ്പങ്കാവിലേക്ക്. അപ്പോൾ പാമ്പങ്കാവ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ആന്ധ്രയിലൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ എടുക്കാറുണ്ട്. ഇവിടെ നമുക്കത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പാമ്പങ്കാവ്. എനിക്കങ്ങനെ ആ കാവ് അങ്ങനെ എടുക്കാൻ എന്തോ ഒരു മനസ്സിനകത്ത് ആരോ കാവൊന്നും അങ്ങനെ എടുക്കണ്ടെന്ന് പറയണ പോലെ. അപ്പോൾ ഞാൻ കാവൊന്നും എടുത്തിട്ടില്ല. ആ പോണ വഴിയാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി എൻ്റെ അമ്മാവനെയും പിന്നെ എൻ്റെ അമ്മായിമാരെ, അവരുടെ മക്കളെ എല്ലാവരെയും കണ്ടു. എല്ലാ വീട്ടിലും 4 അമ്മാവന്മാരുടെ വീട്ടിൽ അവിടെ ഉണ്ട്. ഒരു അമ്മാവൻ വീട്ടിലിപ്പോൾ ആരുമില്ല. അപ്പോൾ ബാക്കിയുള്ള അമ്മാവന്മാരുടെ വീട്ടിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ചു, അടിച്ച് പൊളിച്ച് ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ പറയാം കേട്ടോ.